പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാം തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. കാരുണ്യവും ക്ഷമയും കർത്താവിൻ്റെ ദാനമാണ്. എന്നാൽ അത് സ്വീകരിക്കുവാൻ നമ്മിൽ നിന്നും ചില പ്രയത്നങ്ങൾ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവിലേക്ക് തിരിയുവാൻ ഉള്ള പ്രയത്നങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നാളേക്ക് മാറ്റിവെക്കാതെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്ന പാപത്തെയും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നിടത്താണ് കർത്താവിൻ്റെ കാരുണ്യം നമ്മളെ പൊതിയുന്നത്. ഏതൊരു പാപിക്കും മാനസാന്തരത്തിലൂടെ കരുണയുടെ വാതിൽ തുറന്നു തരുന്ന ഈശോ ദിവ്യകാരുണ്യത്തിൽ നമുക്കായി എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന ആ വലിയ കാരുണ്യം, ആ സ്നേഹം നമുക്കും അനുഭവിക്കാം. ഈ നോമ്പുകാലത്ത് അനുതാപത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.